ഹായ്, നമസ്കാരം. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ കേട്ടല്ലോ, ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി എന്ന് ഞാനിതിന് പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കയ്പും മധുരവും പുളിപ്പും എരിവും എല്ലാം ഉണ്ടാവും. അതായത് ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ്. എൻ്റെ കണ്ണിൽ കൂടി ഒരു സാധാരണ വീട്ടമ്മയുടെ കണ്ണിൽ കൂടി എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ. അത് കുടുംബപരമായിട്ടായിരിക്കാം, രാഷ്ട്രീയമായിട്ടായിരിക്കാം, സാമൂഹികപരമായിട്ടായിരിക്കാം, സാംസ്കാരികപരമായിട്ടായിരിക്കാം. അങ്ങനെ പല മേഖലകളിലും ഉള്ള കാര്യങ്ങൾ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ എങ്ങനെയാണ് അത് നോക്കിക്കണ്ട് വിലയിരുത്തുന്നത്, അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഇതിൽ കൂടി നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ചാനലിലൊക്കെ കണ്ടു കാണും. ഒരു സ്കൂളിൽ പ്രിൻസിപ്പാളിനെ പൂട്ടിയിട്ടു എന്നൊരു വാർത്ത. ഇതാണ് ആ സ്കൂള്. ഇത് എൻ്റെയും കൂടി സ്കൂളാണ്. അതായത് ഞാനും പഠിച്ച ഒരു സ്കൂളാണിത്. വളരെ സന്തോഷത്തിലും അച്ചടക്കത്തിലും ഞങ്ങൾ പഠിച്ചിരുന്ന, ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്കൂളാണിത്. ആ സ്കൂളിൽ ഇന്നത്തെ ഒരു നിലവാരം ആലോചിച്ചാൽ തന്നെ വളരെ വിഷമം തോന്നുന്നതാണ്. ഒരു പ്രിൻസിപ്പാളിനെയൊക്കെ പൂട്ടിയിടാൻ കുഞ്ഞുങ്ങളെന്ന് തന്നെയാണ് നമ്മൾ സംബോധന ചെയ്യാറുള്ളത്. ആ കുഞ്ഞുങ്ങൾക്ക് എവിടുന്നാണ് ധൈര്യം കിട്ടിയത്? ഞാനും ഒരമ്മയാണ്. ഞാനും 3 മക്കൾ എനിക്കുമുണ്ട്. ആൺമക്കൾ തന്നെയാണ്. അവരെ നമ്മൾ വളർത്തുന്നത് പോലെയാണ് നമ്മുടെ മക്കൾ പുറത്തു പോയി. ഞാൻ ഇതിനൊക്കെ കുറ്റം രക്ഷകർത്താക്കളെ പറയുള്ളൂ. കാരണം നമ്മളെ മക്കളെ ഏത് രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുന്നു. ഇന്നത്തെ രക്ഷകർത്താക്കൾ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ രക്ഷകർത്താക്കൾക്ക് മക്കളെ പേടിയാണ്. മക്കളെ വഴക്ക് പറഞ്ഞാൽ അവരെ സ്നേഹം പോവുമോ, അവരുടെ നമ്മളോടുള്ള ഇഷ്ടം അവർക്ക് കുറഞ്ഞു പോവുമോ, അപ്പൊ അവരെ സ്നേഹം പിടിച്ച് പറ്റാൻ വേണ്ടി എന്തൊക്കെയാണ് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്, എന്തെല്ലാമാണ് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്, അതൊക്കെ നമ്മൾ ചെയ്യും. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഒപ്പം നമ്മൾ അവർക്ക് ശരിയും തെറ്റും കൂടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് ആ സ്കൂളിൽ 2 ദിവസം മുമ്പ് ഇലക്ഷന്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രിൻസിപ്പാളിനെ പൂട്ടിയിട്ടതും പോലീസ് വന്നതും അവരെ തുറന്നു വിട്ടതും. ആ കുഞ്ഞുങ്ങൾക്ക് 2-3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തു. അതിന് പ്രതിഷേധമായിട്ട് ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ ഇന്നവിടെ ഒരു പ്രസംഗമൊക്കെ നടത്തിയിരുന്നു. അത് ഞാൻ കേൾക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ ഒരു സ്ഥലത്ത് പോലും ആ കുഞ്ഞുങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് അവരാരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എല്ലാവരും പറഞ്ഞത് ആ പ്രിൻസിപ്പാളിന്റെ കയ്യിൽ മിസ്റ്റേക്ക്, അവര് ചെയ്തത് മഹാ തെറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഈ വലിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അതിനെ വിലയിരുത്തിയതും അവര് സംസാരിച്ചതും. എന്തോ സംഭവിച്ചാൽ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ ഒരിക്കലും കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു അധ്യാപികയെ ഒരിക്കലും ഇങ്ങനെ ഓഫീസ് റൂമിൽ പൂട്ടിയിടുക, അല്ലെങ്കിൽ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് വളരുന്ന മക്കൾ നാളെ ഏത് ലെവലിലേക്ക് പോകും എന്ന് നമുക്ക് തന്നെ ഊഹിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികളാരും നമ്മളെ മക്കളെ നന്നാക്കാൻ വേണ്ടിയല്ല അവർ ഈ സ്കൂളിലേക്ക് ഈ രാഷ്ട്രീയമൊന്നും പറഞ്ഞ് തള്ളിവിടുന്നത്. ഈ സ്കൂളിന്റെ ഫ്രണ്ടിൽ ആ കൊടികൾ കണ്ടോ? കൊടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും പോലീസ് വന്നിട്ട് ആ കൊടികളെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ്. പക്ഷെ വീണ്ടും ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും കൊടികൾ നിറഞ്ഞു. അപ്പോൾ ഈ അധ്യാപകർ അവർക്കും പേടിയാണ്. അവർക്ക് ഇപ്പൊ കുട്ടികളെ പേടിയാണ്. ആ പേടിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ രക്ഷകർത്താക്കൾ തന്നെയാണ്. കാരണം നമ്മളെ കുട്ടിയെ ഒരു അധ്യാപകനൊന്ന് അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്ത ഉടനെ രക്ഷകർത്താക്കൾ സ്കൂളിൽ പാഞ്ഞെത്തുകയാണ്. എന്തിനാണ് എൻ്റെ കുട്ടിയെ അടിച്ചത്, എന്തിനാണ് എന്ന് ചോദിച്ചു അവർ ആ അധ്യാപകരുടെ പേരിൽ കേസ് കൊടുക്കുക, അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക അധ്യാപകരെ. അപ്പോൾ അധ്യാപകരെന്താ വിചാരിക്കുന്നത്? ഇവൻ ഏത് കുട്ടിയായാലും ഇവൻ എങ്ങനെ വളർന്നാലും ഞാൻ അതിൽ ഇനി ഇടപെടുകയില്ല എന്നുള്ളൊരു മനോഭാവം അധ്യാപകർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് പേടിയാണ് വിദ്യാർത്ഥികളെ. പ്രിൻസിപ്പാളിനെ കൊല്ലു എന്നൊക്കെ പറഞ്ഞാണ് ചെറിയ മക്കള് പ്രിൻസിപ്പാളിന്റെ മുമ്പ് ചെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ എന്തുമാത്രം മാനസിക വിഷമം ആ ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാവും. പഠിപ്പിക്കുന്ന അധ്യാപകനെയൊക്കെ പച്ച തെറിയാണ് കുട്ടികൾ വിളിക്കുന്നത്. അത്രയ്ക്കും തരം താഴ്ന്നു ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും താഴ്ന്നു,
അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ആ നല്ല സ്വഭാവങ്ങളും ഇല്ലാതായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷകർത്താക്കൾ തന്നെയാണ്. അത് 100% ഉറപ്പാണ്. നമ്മൾ മക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണം. ഒപ്പം ഈ ശരി തെറ്റുകളും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കാതെ വളർത്തിയാൽ മക്കൾ ഇതുപോലെ നശിച്ച് നാമാവശേഷമായി പോവും. നമുക്ക് പിന്നെ തിരുത്താൻ പറ്റാത്ത വിധം നമ്മളെ മക്കളെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പല പല വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളോട് പറയും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് തോന്നിയ ഒരു മനോവിഷമം ആ കുഞ്ഞുങ്ങൾ അധ്യാപികയോട് കാണിച്ചത് വളരെ സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.